നമുക്കിതോടെ റാഗിയുടെ ഒരു പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ റാഗിയുടെ പുട്ടുണ്ടാക്കാനുള്ള അളവ് നിങ്ങൾ 1 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം, അതാണ് കേട്ടോ അളവ്. ഏത് പാത്രത്തിൽ എടുക്കുന്നത് ആ പാത്രമായിരിക്കണം. അപ്പോൾ അതേ വെള്ളം വെച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ ഈ പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റാഗിയുടെ പൊടി നന്നായി വേവണം കേട്ടോ. ആ വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തോ. ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പുട്ടിന്. എത്ര റാഗി കഴിക്കാത്തവരും ഇങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ റാഗിയുടെ ഓരോ ഭക്ഷണ സാധനങ്ങളും കഴിക്കാൻ തുടങ്ങും. പുട്ടിന് വാട്ടിയിട്ട പൊടി മിക്സിയിലിട്ട് ഒരു കറക്കൊന്ന് കറക്കിയെടുക്കാം. റാഗിയുടെ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പ് വെച്ചിട്ടുണ്ടായിട്ടോ. ഇങ്ങനെ 3 വെക്കുന്ന ചെമ്പ് വെച്ചേക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മളിപ്പോൾ ആവി വന്നു കഴിയുമ്പോൾ കാണാൻ എടുത്തിട്ട് പോവാണ്. ഇപ്പോഴും നല്ല ആവി വറക്കേണ്ട, ഇതുപോലെ കണയിൽ നിന്ന് ആവി വരണം കേട്ടോ. നമ്മൾ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല മണൽത്തരി പോലെ കേട്ടോ നമ്മുടെ റാഗി പുട്ട് നമ്മൾ വാട്ടി മിക്സിയിലിട്ട് അടിച്ചെടുത്തത് കണ്ടോ. ഒട്ടും കട്ടയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ റാഗി കഴിക്കുമ്പോൾ നമുക്ക് വയറുവേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ. റാഗി എപ്പോഴും നന്നായി വേവിച്ചിട്ടൊക്കെ വേണം നമ്മൾ കഴിക്കാനായിട്ട്. വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും പൊടിയിടാം. നമ്മൾ ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ ചെമ്പിൽ വെക്കുന്ന സമയത്ത് അടിയിൽ തുണിയൊന്നും വെക്കണ്ട കേട്ടോ. പെട്ടെന്ന് പണിയും കഴിഞ്ഞോളും കേട്ടോ. ഇത് പിടിക്കാൻ വേണ്ടി ശരിക്കും തുണി വേണ്ട, നമുക്ക് ഈ സൈഡിൽ പിടിച്ചാൽ മതി. നമ്മൾ തീ കൂട്ടി വെച്ച് പുട്ട് ആവി വരുത്തി എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് പാത്രത്തിൽ വെള്ളം വെക്കുമ്പോഴും കുറച്ചധികം തന്നെ വെള്ളം വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ലെവലിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പുട്ടിൻ്റെ പാത്രത്തിന് നമുക്ക് 4 കണയാണ് ഉള്ളത് മൊത്തം. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുക്കുന്ന സമയത്ത് നമുക്ക് അടുത്തത് നിറച്ച് വെച്ചിട്ട് അപ്പം തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പമാണ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത്രയും പാത്രങ്ങൾ കഴുകണം എന്നുള്ള ആ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് ചെയ്യുന്നേ. അപ്പോൾ നമ്മുടെ റാഗി പുട്ടൊന്ന് എടുക്കാം.